ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളുടെ അതിഥി എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഈ എപ്പിസോഡിന് വളരെ അനുയോജ്യനായിട്ടുള്ള ഒരാളാണ്. ഈ ഒറ്റയ്ക്ക് ഒരു വേദിയിൽ നിന്നുകൊണ്ട് തമാശ പറയാനാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ ആദ്യത്തെ പ്രൊമോ ഒരിക്കൽ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ചിന്തിച്ചാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് പോലും പ്രസക്തി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തമായി അങ്ങനെ വലിയ വലിയ ഉത്സവപ്പറമ്പുകളെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച ഒരു കലാകാരൻ. ഒരു പക്ഷേ ഇന്ന് ഈ പേര് വന്നിരിക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡിയെ കുറിച്ചൊക്കെ മലയാളത്തിലൊരു പുസ്തകം എഴുതിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന പേരുകാരൻ, ഒരുപക്ഷെ അതിന്റെ ആദ്യത്തെ പേജിൽ ആദ്യം തന്നെ പേര് വരാവുന്ന ഒരു കലാകാരൻ. അദ്ദേഹം ഇപ്പോൾ അഭിനയ മേഖലയിലും വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന കലാകാരനാണ്. വേദികളിലും ടെലിവിഷനിലും സിനിമയിലുമെല്ലാം നിറ സാന്നിധ്യമായി നിൽക്കുന്ന കലാകാരൻ. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ജയരാജ് വാര്യർ. ജയരേട്ട സ്വാഗതം. ജയരേട്ടനെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ജയരേട്ടൻ്റെ ഒരു ഒബ്സർവേഷൻ, പല കാര്യങ്ങളും നമ്മൾ കാണാത്ത കാര്യങ്ങളുമായിട്ട് അതിനെ ഉപമിക്കുക. അത് രാഷ്ട്രീയം, സാമൂഹികം, സിനിമ എന്ന് വേണ്ട നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ഒരു 360 ഡിഗ്രി കണ്ണുള്ള ആളാണ് ജയരാജേട്ടൻ. അല്ല, മുമ്പിലുള്ളതിനേക്കാൾ വലിയൊരു കണ്ണ് വേണ്ടത് പുറകിലാണെന്ന് പറയും. എവിടുന്നാ പണി വരികയാണെന്നില്ല. അതെ, ഒരുപാട് പണി ലോകം മുഴുവൻ കിട്ടിയ കുറച്ച് വർഷങ്ങളാണ് കടന്നു പോയത്. എല്ലാവർക്കും പണി കിട്ടിയതാ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വീട്ടിലിരിക്കുക, നമ്മൾ ഈ ഫോണിന്റെ മുമ്പിലിരുന്നു കൊണ്ട് കണ്ണ് കഴച്ച കൊല്ലങ്ങളാണ്. അതെ, ഫോണിന്റെ മുമ്പിലിരുന്നിട്ട് നമ്മളിങ്ങനെ ഈ എന്താ പറയുക, FB ലൈവ്, ഗൂഗിൾ മീറ്റ്, സൂം മീറ്റിംഗ്, അതിലൂടെയൊക്കെ പെർഫോം ചെയ്യുക. പക്ഷെ യാതൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. ആക്ഷന് റിയാക്ഷൻ കിട്ടണം, ഓഡിയൻസിന്റെ സ്ഥാനത്ത് ഓഡിയൻസ് വേണം. അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ നവംബർ വരെ. ഇപ്പോഴാണ് അനങ്ങി തുടങ്ങിയത്. ഇന്നിപ്പോ ഇവിടെ വന്ന് ഇവരെയും കൂടി കണ്ടപ്പോ പെരുത്ത് സന്തോഷം. അതെ, ജയരാജേട്ടാ, ജയരാജേട്ടൻ ഏകാഭിനയമാണെങ്കിൽ മകൾ ഒരു ഗംഭീര പാട്ടുകാരിയാണ്, പ്ലേ ബാക്ക് സിംഗർ ആണ്. മകളെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ. അവള് പാട്ടുകൾ പാടുന്നുണ്ട്. ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഗോപി സുന്ദറിന്റെ, റഫീഖ് അഹമ്മദ്, ഉഗ്രൻ കോമ്പിനേഷൻ. പിന്നെ മോഹൻ സിതാരയുടെ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് റാപ്പൊക്കെ കുത്തി കുറിക്കുന്നതാണ്. ഞാൻ റാപ്പാണ് കേട്ടത്. ഞാൻ റാപ്പ് കേട്ടിട്ടാണ് ഈ നമുക്കറിയാലോ, ഞാൻ കാണുന്നത് തൃശ്ശൂർ പൂരപ്പറമ്പ് എന്ന് കാന്ത എന്നൊക്കെ പാടുന്ന ആളാണ്. പിന്നെ നോക്കുമ്പോ ഫുൾ റാപ്പുമായിട്ട് വേറെ സ്ഥലത്ത് വന്നിരിക്കുന്നത്. അടിമുടി അപ്ഡേഷൻ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കളഞ്ഞു കംപ്ലീറ്റ്. ഞാനും ഒരുപാട് ഈ റാപ്പിന്റെ വലിയ കാരണവരുടെ ശിഷ്യനാ. റാപ്പിന്റെ ഏറ്റവും വലിയ കാരണവര് ചഞ്ചൽ പുഴ തഞ്ചുള്ള കൊഞ്ചൽ പുതുമേട് അഞ്ച് മകനെ പുഞ്ചിരി കൊണ്ടുവരും അഞ്ച് ഭയങ്കര ചഞ്ചൽ മീഡിയ നെഞ്ചിൽ പരിചുര പഞ്ചായത്തുള്ള ചഞ്ചൽ കണക്കുള്ള അഞ്ച് കൊണ്ടുവരും അഞ്ച് പാവകഞ്ചര രാജ്യത്തെ വന്ദിക്കുന്നു. അക്കാലങ്ങളിൽ അതിപചക്ര ചക്രപരാക്രമനാകിയ നക്തഞ്ചരപതി രാവണൻ എന്നൊരു ശക്തൻ വന്ന് പിറന്നതിനായ കുട്ടികളും ബലപ്പെട്ട കുഞ്ചില കൊട്ടകം എന്നിവ വെട്ടിയെടുപ്പിച്ചൊട്ട കുഞ്ചില പട്ടിക്കുതിരകൾ കോമാട്ടി കുഞ്ചൻ നമ്പ്യാർ. അതാണ് റാപ്പ്. അതാണ് ഒറിജിനൽ റാപ്പ്. വെച്ചിട്ട് ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവീഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കെന്നീ മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു ആ വാഴകൾ. എനിക്കിപ്പോൾ നമ്മൾ അവിടെ നേരെ ചെന്നിരുന്ന പരിപാടി കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആളുകൾ എല്ലാവരും ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. കാരണം അവരെല്ലാം നിൽക്കുന്നത് ഇതിന്റെ ഒരു തലതൊട്ടപ്പനായ ജയരാജേട്ടൻ ഇതങ്ങ് ഒന്ന് ഗംഭീരമായിട്ടൊന്ന് തുടങ്ങി കൊടുത്താൽ അത് വളരെ നന്നാവുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഹേ കവി ശ്രേഷ്ഠ, അങ്ങോട്ട് പോയിരിക്കൂ, വരൂ. ഒരു കാലത്ത് തമാശകളുടെ കാലത്തെ കുറിച്ചുള്ള ഓർമ്മ. ഞാനും എൻ്റെ ആദ്യകാലം എന്ന് പറയുന്നത് ഇവിടെ പൊതുവെ ഞാൻ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ രമേശ്, എനിക്ക് തോന്നിയത് ഇവിടെ വരുന്ന പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള പുതിയ കലാകാരന്മാരെല്ലാം തന്നെ, അതായത് വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. അതിലെല്ലാം പറയുന്ന അവരുടെ ബാല്യകാലത്തെയാണ് കണക്ട് ചെയ്യുന്നത്. ബാല്യകാലത്ത് പോകുന്ന വഴിക്ക് കണ്ടു, അവിടെ ഒരു പാൽക്കാരനെ കണ്ടു, അതിനവിടുത്തെ ഒരു ചേച്ചി നിൽക്കുന്ന കണ്ടു, അപ്പോൾ തമാശ പറയുന്ന വേറൊരു വല്യപ്പൻ ഉണ്ടായിരുന്നു. അങ്ങനെ കഥ പറയാണ്. ആ കഥ പറയുന്ന രീതിയിൽ തന്നെയാണ് ഞാനും 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി തുടങ്ങിയത്. നടന്നു പോകുമ്പോൾ വഴിയിലൂടെ കണ്ട ആളുകൾ, ആ വഴിയിലൂടെ കണ്ട ആളുകളുടെ സവിശേഷതകൾ, അവരുടെ നടപ്പ്, അവരുടെ മൂക്ക്, അവരുടെ നോട്ടം, അവരുടെ ഇരിപ്പ്, അവരുടെ കിടപ്പ്, ഇതൊക്കെയാണ് എൻ്റെയും പെർഫോമൻസിന്റെ വിഷയം. ആ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് സിനിമയൊക്കെ കാണുന്നത്. സിനിമയിൽ അത്ഭുതപ്പെടുത്തിയ മഹാപ്രതിഭകൾ. പക്ഷേ സങ്കടകരമാണ്, 2020-ഉം 2021-ഉം സങ്കടങ്ങളാണ്. എന്താ വെച്ചാൽ ഒരുപാട് മഹാപ്രതിഭകൾ മാഞ്ഞുപോയി. അതായത് വിടവാങ്ങിയതിൽ ഏറ്റവും വലിയ ദുഃഖം മലയാളത്തിലെ ഒരു ടോട്ടൽ ആർട്ടിസ്റ്റ് നെടുമുടി വേണു ചേട്ടൻ. നീലമല പൂങ്കുയിലേ കേട്ടിട്ടുണ്ടോ? എന്താ കേട്ടിട്ടുള്ളത്? ഒരുപാട് കേട്ടിട്ടുണ്ട്.
പാട്ട് കേട്ടിട്ടുണ്ട്, ആട്ടം കണ്ടിട്ടുണ്ട്, അഭിനയം കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് ചെല്ലപ്പനാശാരിയെ കണ്ടിട്ടുണ്ട്. കൊച്ചിയിലെ സാധാരണക്കാരനായ ഗുണ്ട ഡെൻവറാശാനെ കണ്ടിട്ടുണ്ട്. ചാമരത്തിലെ അച്ഛനെ കണ്ടിട്ടുണ്ട്. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിലെ മാഷയെ കണ്ടിട്ടുണ്ട്. അലക്കുകാരനായ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ കഥാപാത്രത്തെ കണ്ടിട്ടുണ്ട്. ഓരോന്നും ഓരോന്നാണ്. ഓരോ കഥാപാത്രത്തിനും ഓരോ ശരീരഭാഷയാണ്. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. എന്താ തുടങ്ങിക്കോളൂ. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഒരു 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുന്ന സമയത്ത് ഞാനൊരു സിനിമ കാണാൻ പോയി. ആ വർഷം ഡിസംബർ മാസം 25-ാം തീയതി, ക്രിസ്മസ്, മഞ്ഞ് ഉള്ള സമയം. അവിടെയാണ് ഞാനൊരു പാട്ടിലൂടെ ഒരു വലിയ ഗാനരചേവനെ കൂടുതൽ തൊട്ടത്. അത് ഈ അടുത്ത കാലത്ത് നമ്മെ പിരിഞ്ഞുപോയ ബിച്ചുവേട്ടന്റെ പാട്ടാണ്. ആ സിനിമയിലൂടെ ഒരു നായകനെയും നമ്മൾ കണ്ടു. തോൾ ചെരിഞ്ഞുകൊണ്ട് ഒരു നായകൻ മലയാളിയുടെ ഹൃദയത്തിലേക്ക് കയറി വരികയായിരുന്നു. യാത്ര പോലും പറയാതെ പിരിഞ്ഞുപോയ ബിച്ചുവണ്ണന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആ ഗാനം സമർപ്പിക്കാം. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ, നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. അങ്ങനെ ഓർമ്മകളിലായ ഒരുപാട് പേർ, ബിച്ചു തിരുമല സാറിനെ പോലെ, പൂവച്ചൽ ഖാദർ സാറിൻ്റെയൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കപ്പെട്ട പാട്ടുകളാണ്. രമേശൻ നായർ സാർ, അങ്ങനെ ഒരുപാട് പേർ കാല യവനികയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ മറഞ്ഞുപോയി. ഇവർക്ക് ഈ വർഷം കടന്ന് അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ ഞാനൊരു ആദരാഞ്ജലി നേർന്നതാണ്.